2024 കേന്ദ്ര മന്ത്രിസഭ കോഡിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റത് നരേന്ദ്രമോദി തന്നെയാണ്. പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ് ആണ്. എങ്ങനെ പഠിക്കാം? രാജ്നാഥ് സിംഗ്. ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കൽ ആരാ? അടുത്ത രാജാവാണ്. അങ്ങനെ നമുക്ക് ഓർത്തിരുന്നൂടെ? പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇനി അടുത്തത് വിദേശകാര്യമന്ത്രി ആരാ? സുബ്രഹ്മണ്യം ജയശങ്കർ ആണ്. സുബ്രഹ്മണ്യം ജയശങ്കർ. അപ്പോൾ നമ്മൾ വിദേശത്തേക്കൊക്കെ എങ്ങനെ പോവാം? നമ്മുടെ വീട്ടിൽ പൊതുവെ ഒരു ചൊല്ലുണ്ട് തന്നെ, SSLC പാസ്സായിട്ടില്ലെങ്കിൽ നിന്നെ വിദേശത്തേക്ക് വിടും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തൂടെ? ജയിച്ചിട്ടില്ലെങ്കിൽ വിദേശത്തേക്ക് വിടും. അപ്പോൾ വിദേശകാര്യമന്ത്രി ആരാണ്? സുബ്രഹ്മണ്യം ജയശങ്കർ. ഓക്കെ. ഇനി അടുത്തത് ഭവന നഗരകാര്യ മന്ത്രി അല്ലെങ്കിൽ നഗരവികസന മന്ത്രി ആരാ? മനോഹർ ലാൽ ഖട്ടർ ആണ്. മനോഹർ ലാൽ ഖട്ടർ. എങ്ങനെ ഓർത്തിരിക്കുക? നമ്മുടെ നഗരമൊക്കെ നല്ല മനോഹരാണ്. അപ്പൊ മനോഹർ ലാൽ ഖട്ടർ കിട്ടും. പിന്നെ നഗരത്തിലൊക്കെ ഒരുപാട് ഘട്ടൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതൊക്കെ ചാടുമ്പോൾ നമ്മുടെ ഊർജ്ജമൊക്കെ നഷ്ടപ്പെടും. അപ്പൊ ഊർജ്ജത്തിന്റെ മന്ത്രിയും ആരാണ്? മനോഹർ ലാൽ ഖട്ടർ ആണ്. അങ്ങനെ ഓർത്തിരിക്കല്ലോ. അപ്പൊ നഗരത്തിൽ ഭവനമുണ്ട്, ഭവനവും നഗരമൊക്കെ കൂടുമ്പോൾ നല്ല മനോഹരമാണ്. അങ്ങനെ കണക്ട് ചെയ്യാം. അടുത്തത് ഘനവ്യവസായ സ്റ്റീൽ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ ഉരുക്കിന്റെ മന്ത്രി ആരാണ്? HD കുമാരസ്വാമിയാണ്. HD കുമാരസ്വാമി. അപ്പൊ നമുക്ക് ഈ HD എന്നുള്ളത് ഹൈ ഡെൻസിറ്റി അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ഉരുക്കിനൊക്കെ നല്ല ഡെൻസിറ്റിയാ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ഉരുക്ക് അല്ലെങ്കിൽ ഘനത്തിനൊക്കെ എന്താണ്? നല്ല ഡെൻസിറ്റിയാ. HD കുമാരസ്വാമി അല്ലെങ്കിൽ ഉരുക്കു കുമാരൻ കുമാരേട്ടൻ എന്ന് ഓർത്തിരിക്കുക. ഉരുക്കു കുമാരേട്ടൻ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കുമാരേട്ടൻ